നമുക്കിപ്പോൾ കരിപ്പൂരിലേക്ക് പോകാം. അവിടെ എയർപോർട്ട് ജംഗ്ഷനിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. കോൺട്രാക്ട് കഴിഞ്ഞ് മാറ്റിയിട്ട ഭദ്ര ഏവിയേഷന്റെ പാസഞ്ചേഴ്സ് കോച്ചുകളാണ് കത്തി നശിച്ചിരിക്കുന്നത്. സോണൽ കൃഷ്ണയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സോണൽ, വലിയൊരു തീപിടുത്തമാണോ ഉണ്ടായിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? അവിനീത, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എയർപോർട്ട് ജംഗ്ഷനിൽ, അതായത് കഴിഞ്ഞ 2 വർഷത്തോളമായി മാറ്റിയിട്ടിരിക്കുന്ന, ഉപയോഗം കഴിഞ്ഞ് മാറ്റിയിട്ടിരിക്കുന്ന ഭദ്ര ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയുടെ പാസഞ്ചേഴ്സ് കോച്ചുകളാണ് ഈ കത്തി നശിച്ചിട്ടുള്ളത്. 4ഓളം ബസ്സുകൾ വരും ഈ കത്തി നശിച്ചതിൽ എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏകദേശം 3 മണിയോട് കൂടി, 3 മണി 3:15 കൂടിയിട്ടാണ് ഈ പ്രദേശത്ത് നിന്ന് വലിയ പുക ഉയരുന്നത് കണ്ട പ്രദേശവാസികളൊക്കെ തന്നെ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിക്കുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങളും ഫയർഫോഴ്സും ചേർന്നാണ് നമുക്ക് ഈ കാണുന്ന തരത്തിലേക്ക് ഈ തീ പൂർണ്ണമായി കെടുത്താൻ വേണ്ടിയുള്ള രീതിയിലേക്ക് സംവിധാനം ഒരുക്കിയത് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു. ഈ സ്ഥലത്തെ കൗൺസിലർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? 3 മണിയോടുകൂടി ആരംഭിച്ച ഈ ഒരു സംഭവം നാട്ടുകാരെ വളരെയധികം ഭീതിയിലാഴ്ത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു. ഭദ്ര കമ്പനിയുടെ എയർപോർട്ടിന്റെ അകത്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ 4 ബസ്സുകളും അതിനോടനുബന്ധിച്ചുള്ള ഈ വാഹനങ്ങളും ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ നാട്ടുകാരുടെ ഈ ഒരു ഇടപെടൽ വളരെയധികം അവരെ പുകഴ്ത്തേണ്ട ഒരു സമയം കൂടിയാണ് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. നമ്മുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ, എയർപോർട്ട് മറിഞ്ഞ സംഭവങ്ങളിലൊക്കെ ഇവിടുത്തെ നാട്ടുകാരായിരുന്നു ഇതിനെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചിരുന്നത് എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ അവരെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, ഇത്തരത്തിലുള്ള ഈ സംഗതികൾ നടക്കുമ്പോൾ അരമണിക്കൂറിന് ശേഷം എയർപോർട്ടിൻ്റെ റെസ്ക്യൂ ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ വരികയും അതിനുശേഷം മഞ്ചേരിയിൽ നിന്നും കോഴിക്കോട് നിന്നും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വന്ന് ഇതിനെ പരിപൂർണമായും തീയണക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഇത്തരത്തിലുള്ള നമ്മുടെ തൊട്ടടുത്ത് എയർപോർട്ട് നിവാസികൾ താമസിക്കുന്നു. ശരി, ഭദ്ര ഏവിയേഷന്റെ പാസഞ്ചേഴ്സ് കോച്ചുകളാണ് കത്തി നശിച്ചിരിക്കുന്നത്. വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുക തന്നെയാണ്. നമുക്ക് കാണാം, അത് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് കോച്ചുകളൊക്കെ തന്നെയും ഉള്ളത്. സോണലാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരിച്ചെത്താം.